60 ലക്ഷം രൂപ മുടക്കി ഏതാനും വർഷം മുൻപ് പണിത പുതിയ കെട്ടിടത്തിലേക്കാണ് സ്കൂളിൻ്റെ പ്രവർത്തനം മാറ്റിയിരിക്കുന്നത്. 2 മുറികളേ ഉള്ളൂ. പക്ഷേ 30 കുട്ടികളെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊക്കെ സെപ്പറേഷൻ നടത്തി ക്ലാസ്സുകൾ നടത്താം എന്നുള്ളതാണ് ഹെഡ് മിസ്ട്രസും മറ്റും പറയുന്നത്. താൽക്കാലികമായി പരിഹരിച്ചു. അപ്പുറത്തെ കെട്ടിടത്തിന് വേണ്ടി അവരതിൻ്റെ ഫിറ്റ്നസ് കളഞ്ഞതുകൊണ്ട് അത് ഫിറ്റ്നസ് ആക്കി തരുന്നതിനുള്ള നടപടികൾ ചെയ്തു തരാമെന്ന് വാക്കാൽ ഇന്നലെ പറഞ്ഞു. ഈ കെട്ടിടത്തിന് തന്നെ ഒരു 7 ലക്ഷം രൂപ ബ്ലോക്കിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് മുകളിലൊരു ഹാളിന്. അത് തൽക്കാലം കളഞ്ഞുകൊണ്ട് അപ്പുറത്തേക്കാക്കി അത് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. പഴയ കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ ഉയർത്തിക്കാട്ടി രക്ഷിതാക്കൾ പ്രതിഷേധിച്ചതോടുകൂടിയാണ് ഈ സ്കൂളിൻ്റെ ശോച്യാവസ്ഥ പുറം ലോകം അറിഞ്ഞത്, പുറത്തു വന്നത്. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്തുമൊക്കെ ഇടപെട്ട് ഒരു പരിഹാരം കാണുകയായിരുന്നു. എന്തായാലും കുട്ടികളെ സുരക്ഷിതമായ ഇടത്തേക്ക് ക്ലാസ് മാറ്റിയതിൽ രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമാണുള്ളത്. കുഴപ്പമില്ല. ഇതിപ്പം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ താൽക്കാലിക ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അവർ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ ഇപ്പോഴുള്ള താൽക്കാലിക കൈവരി മാറ്റി പുതിയത് പണിയാനും ഒപ്പം തന്നെ പഴയ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനും ഫണ്ട് അനുവദിക്കുമെന്ന് പഞ്ചായത്തും അറിയിച്ചു. നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. ആ ഫണ്ടിൻ്റെ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇന്നത്തെ അടിയന്തര കമ്മിറ്റിയിൽ തീരുമാനമെടുക്കും. എന്നിട്ട് ഈ വർഷം അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ പഴയ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ആ ഫണ്ട് കൊണ്ട് നമുക്കിത് എന്തെല്ലാം മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാമെന്നുള്ളതാണ്. യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കുട്ടികളെ ഇതിനകത്ത് ഇരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഒരു ഇടപെടൽ കൊണ്ട് ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന ഒരു ദുരന്തമാണ് ഒഴിവായത്. എന്തായാലും ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധിക്കുമെന്ന് രക്ഷിതാക്കളുടെ മുന്നറിയിപ്പുണ്ട്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.